ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എന്താ ജയേട്ടനും മരുമകളില്ലാതെ ഈ വീട്ടിൽ പറ്റത്തില്ലേ എന്ന് ജയനോട് ദേവയാനി ചോദിക്കുമ്പോൾ ജയനും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനി മറുപടി പറയാൻ താമസിച്ചപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും നയനയെ മരുമകളായിട്ട് കണ്ടിട്ടില്ല, എൻ്റെ മകളായിട്ട് എന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നയനയില്ലാത്ത വീട് നല്ല ശൂന്യതയായിരിക്കും എനിക്കും എന്ന്. അച്ഛനും അമ്മയ്ക്കും ആദർശനും ഒക്കെ നയനയില്ലാതെ പറ്റത്തില്ല, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പോയി നയനയെ വിളിച്ചുകൊണ്ട് വരണമെന്നാണ് ദേവയാനിയുടെ അടുത്ത് ജയനും പറയുന്നത്. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശനാണെങ്കിൽ നയനയില്ലാതെ ഉറക്കമൊന്നും വരുന്നില്ല. അതിനുശേഷം നയനയാണെങ്കിൽ ആദർശിനെ വിളിക്കുമ്പോൾ ആദർശ് നയനയെ ഫോണ് കാണുമ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നയന വിചാരിക്കുകയാണ് ആദർശേട്ടൻ ബാത്റൂമിലോ വല്ല ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ട് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് നയന ആദർശിനെ വിളിക്കുമ്പോൾ ആദർശാണെങ്കിൽ നയനയുടെ ഫോൺ കാണുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നയനയ്ക്ക് മനസ്സിലാവുകയാണ് ആദർശേട്ടൻ എടുത്തിട്ടാണ്. പിന്നീട് ആദർശാണെങ്കിൽ ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ദേവയാനി കാണുകയാണ് ആദർശ് വന്നിരിക്കുന്നത്. അപ്പോൾ ദേവയാനി ആദർശിരിക്കുന്നതെന്ന് കണ്ടോട്ട് വന്നിട്ട് ആദർശിൻ്റെ ചോദിക്കുക, എന്താ നീ ഉറങ്ങിയില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ് ഉറക്കം വന്നില്ല എന്ന്. അപ്പോൾ ദേവയാനിക്ക് ഉറക്കം വരുന്നില്ല, നയന ഇല്ലാത്തതുകൊണ്ട് ദേവയാനിയെ അങ്ങനെ വരികയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ആദർശം ചോദിക്കുക, എന്താ അമ്മ ഉറങ്ങിയിട്ടില്ലേ എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്കറിയാം നയന ഇല്ലാത്തതുകൊണ്ട് നീ ഉറങ്ങിയില്ല എന്ന്, അതുകൊണ്ട് നിന്നെ നോക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന്. എനിക്കറിയാം അവളില്ലാതെ നിനക്ക് പറ്റത്തില്ല എന്ന്, എങ്കിൽ പിന്നെ നിനക്ക് അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നൂടെ ആയിരുന്നോ എന്ന്. അപ്പോൾ ആദർശ് പറയണേ, എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങ് പോയി വിളിക്കാനാണ്, അവൾക്ക് പേരും പ്രശസ്തിയൊക്കെ ആയിട്ടുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് എന്ന്. ഒരിക്കലും ഞാൻ അവളുടെ കഴിവിനെ കുറച്ച് കണ്ടിട്ടും ഇല്ല. ഇനി ഏതെങ്കിലും ജോലിക്കാരനെ അവളെ പോയി വിളിക്കുകയോ വല്ലതും ചെയ്യുമോ എന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും വന്ന് ജ്വല്ലറിക്ക് വേണ്ടി അവളെ വിളിച്ച് അവൾ പോകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ്, അവൾ പോകത്തില്ല, പക്ഷേ അവളെ അമ്മയും അച്ഛനും കൂടി വേണമെങ്കിൽ അവളെ പറഞ്ഞേക്കുമെന്ന്. അവളുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് അവൾ പോയിക്കൂടാന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിയാണെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ഇനി അവരെല്ലാം ആര് പറഞ്ഞാലും എൻ്റെ മോൾ അങ്ങനെ പോകത്തില്ല എന്ന്. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ദേവയാനി സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കുന്നത്. വീണ്ടും ദേവയാനിയാണെങ്കിൽ നയനയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് ആദർശിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞാനിനി എന്തായാലും നാണം കെട്ടിനി അവളെ വിളിക്കാൻ പോകത്തില്ല എന്ന്. ഞാനെന്തിനാ അവളെ പോയി വിളിക്കാൻ വേണ്ടി അമ്മ ഇത്രയും നിർബന്ധിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, നീ അവളെ പോയി വിളിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം സംഭവിക്കുക എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അവളെ വിളിച്ചുകൊണ്ട് വരാതിരുന്നാൽ നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത്, കമ്പനിയിൽ അവളില്ലാതെ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഓരോന്നും പറയുകയാണേ. ആദർശ് പറയുകയാണ്, അവളില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ കമ്പനി പോയിട്ടുള്ളത്, പക്ഷേ ഇപ്പോൾ ഒത്തിരി സെയിൽ കൂടിയിട്ടുണ്ട്, അങ്ങനെ അവളില്ല എന്ന് പറഞ്ഞ് ആ സെയിലുകൾ നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം ഞാൻ സഹിച്ചോളാമെന്ന് ആദർശം പറയുകയാണേ. അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാവുന്നു ഏതെല്ലാം രീതിയിൽ പറഞ്ഞിട്ട് ആദർശ് നയനയെ വിളിച്ചുകൊണ്ട് വരത്തില്ല, അത്രയ്ക്ക് വാശിയിലാണ് ആദർശ്. അപ്പോൾ ഇതിന് ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയാലേ പറ്റുള്ളൂ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ദേവയാനി മനസ്സിൽ ഓർക്കുകയാണ്. അതിനുശേഷം നയനയാണ് കാണിക്കുന്നത്. നയനയ്ക്കാണെങ്കിൽ ആദർശ് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് നന്ദുവും കിടക്കുന്നുണ്ടായിരുന്നേ നയനയുടെ അടുത്ത്. അപ്പോൾ നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന വിചാരിക്കും ആദർശ് ഏട്ടനായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞ് നയന ഫോൺ എടുക്കാൻ വേണ്ടി കഴിക്കുമ്പോൾ നന്ദു ഉണരുന്നുണ്ടായിരുന്നേ ആ സമയത്ത്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ നന്ദു എഴുതിച്ചിരുന്നിട്ട് ചോദിക്കുകയാണ്, ആരാ ചേച്ചി വിളിച്ചതെന്ന്. അപ്പോൾ നയന ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആദർശേട്ടൻ്റെ അമ്മയാണ് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടന് ഉറക്കം വന്നില്ലായിരിക്കും, അത് പറയാൻ വേണ്ടി അമ്മ വിളിക്കുന്നതായിരിക്കും എന്ന്. ദേവയാനി എന്ന് കാണുമ്പോൾ നന്ദു ആണെങ്കിൽ ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമല്ലേ, അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് അവർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് നന്ദു ആ ഫോൺ പിടിച്ച് വാങ്ങുകയാണ് നയനയുടെ കയ്യിൽ നിന്നും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാവും, അതുകൊണ്ട് ഫോൺ എടുക്കണം, നീ ഫോൺ താന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു ഫോൺ കൊടുക്കുന്നില്ല. അങ്ങനെ ദേഷ്യം ആവണമെങ്കിൽ അങ്ങ് ദേഷ്യം ആവട്ടെ എന്ന് നന്ദു പറയുകയാണേ. ചേച്ചിയുടെ അമ്മ ചേച്ചിയെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, ചേച്ചിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണല്ലോ, പിന്നെ എന്തിനാ അവർ വിളിക്കുന്ന ഫോൺ എടുക്കുന്നതെന്നൊക്കെ നന്ദു പറയുകയാണേ. എന്നിട്ട് നന്ദു പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഈ അമ്മയും അച്ഛനും എടുത്ത തീരുമാനത്തിൻ്റെ കൂടെയാണ് ഞാനും, അതുകൊണ്ട് ചേച്ചിയെ സ്നേഹിക്കാത്ത അമ്മയുടെ ഫോൺ ചേച്ചി എടുക്കണ്ട എന്നിങ്ങനെ പറയണേ. നയനയ്ക്കാണെങ്കിൽ ഒന്നും തുറന്നു പറയാനും പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ നന്ദു ഫോൺ കൊടുക്കുന്നില്ല എന്നുള്ള വാശി തന്നെയാണ്. എന്നിട്ട് നന്ദു പറയുകയാണ്, ചേച്ചിക്ക് ആരോടും സ്നേഹമില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, എനിക്ക് എല്ലാവരോടും സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, എന്നെ വെറുക്കുന്നവരെ പോലും ഞാൻ സ്നേഹിക്കുകയേ ഉള്ളൂ എന്ന്. നയനയുടെ അടുത്ത് നന്ദു ചോദിക്കുകയാണ്, ആദർശേട്ടൻ്റെ അമ്മ ചേച്ചീനെ വെറുക്കുന്നുണ്ടല്ലോ, അവരെയും ചേച്ചി സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നയന പറയണേ, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, ആദർശേട്ടൻ്റെ അമ്മ എന്ന നിലയിലും എൻ്റെ അമ്മായിയമ്മ എന്ന നിലയിലും എനിക്ക് ഭയങ്കര സ്നേഹം മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുകയാണ്, ചേച്ചിക്കല്ലേ സ്നേഹമുള്ളൂ, അങ്ങനെ ഇങ്ങോട്ട് ചേച്ചിയുടെ അടുത്ത് സ്നേഹമില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുകയാണേ. അച്ഛനും പറഞ്ഞതുപോലെ ചേച്ചിക്ക് ഞങ്ങളെയൊക്കെ വിട്ട് ഒഴിവാക്കി അനന്തപുരിയിലേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോൾ സങ്കടത്തോടെ നയനയും കിടക്കുകയാണേ.
അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നന്ദു ആണെങ്കിൽ മനസ്സിൽ ഓർമ്മിക്കുകയാണ് ഈ മരുമകളും കുരങ്ങ് കളിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ അഭിനയിക്കണമല്ലോ എന്ന്. അതിന് പിന്നീട് ദേവയാനിയാണ് കാണിക്കുന്നത്. ആദർശ് പറഞ്ഞല്ലോ ഞാൻ അതിനെ പോയി വിളിക്കുന്നതിൽ അമ്മയ്ക്ക് എന്താ എത്ര നിർബന്ധം, ഇനി ഞാൻ അതിനെ വിളിക്കാൻ പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് ഓരോന്നും പറഞ്ഞില്ലേ, അതൊക്കെ ഓർമ്മിച്ച് ദേവയാനി സങ്കടത്തോടെ ഇരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ജയനാണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനിയെ ഒരുങ്ങി ഇറങ്ങി വരികയാണ്. അപ്പോൾ ജയൻ ചോദിക്കുകയാണ് ഇത്രയും രാവിലെ തന്നെ നീ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നത് ദേവയാനിന്ന്. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ജയൻ പറയണേ ഇത്ര രാവിലെ നേരത്തെ ഒന്നും ആരും ഇങ്ങനെ പോവാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവേനി പറയണേ നയന ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിലുള്ളവരെല്ലാവരും വിഷമത്തിലല്ലേ, അപ്പോൾ ഈ വീട്ടിലുള്ളവർക്കെല്ലാം മനഃശാന്തി കിട്ടട്ടെ, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു നീ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അതിന് വേണ്ട പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടത് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്നിട്ട് ജയനാണേലും പറയുന്നുണ്ടായിരുന്നു ഇനി നമ്മുടെ മോനെ നയനയുടെ വീട്ടിൽ പോയി കാണേണ്ട അവസ്ഥ വരും, അതിലേക്കൊന്നും നീ കൊണ്ട് എത്തിക്കരുത് എന്നിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നേ. നീ മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണല്ലോ നയനമോളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടാത്തത്, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, എന്നിട്ടെങ്കിലും നിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നില്ല, നല്ല രീതി സംസാരിച്ചു കൂടായിരുന്നോ നയനയുടെ അടുത്ത് എന്നൊക്കെ ഇങ്ങനെ ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതിനുശേഷം ദേവയാനി മുറ്റത്തേക്ക് വരുമ്പോൾ ആണെങ്കിൽ എപ്പോഴും രാവിലെ കുളി കഴിഞ്ഞ് വന്ന് നയന മുറ്റത്തിരുന്ന് കോലം വരയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നയന ഇല്ലാത്തതിൽ ദേവയാനിക്കും ഭയങ്കര വിഷമമുണ്ട് കോലം വരയ്ക്കാൻ. മോളെ ഇങ്ങനെ അധികം ദിവസമൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് ഭയങ്കര വിഷമത്തിലാണ് ദേവയാനി. അതിനുശേഷം ദേവയാനിയാണ് ഈ അമ്പലത്തിൽ പോയി നയനയും ഇത്രയും വേഗം അവളെ വീട്ടിൽ വിടാൻ വേണ്ടി പോയി പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ മോളെ അവളുടെ അച്ഛനും അമ്മയുടെയും മനസ്സ് മാറി എത്രയും വേഗം അനന്തപുരിയിലേക്ക് വിടണേ എന്ന് അമ്പലത്തിൽ പോയി മനസ്സുരുക്കി ദേവയാനി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദേവയാനിയുടെ പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ് എന്താ മുഖത്ത് വലിയ സങ്കടമെന്ന്. അപ്പോൾ ദേവയാനി പറയണേ എൻ്റെ സങ്കടമെല്ലാം ഞാൻ ദേവിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ദേവി എൻ്റെ സങ്കടമെല്ലാം കേട്ട് എനിക്ക് പരിഹാരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ സങ്കടമായിരിക്കുമെന്ന്. തിരുമേനി പറയുന്നുണ്ടായിരുന്നു ദേവീനെ മനസ്സുരുകി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടമെല്ലാം ദേവി മാറ്റിത്തരുമെന്ന്. ആദർശും ആ നയനയും തമ്മിൽ വിവാഹം കഴിഞ്ഞ സമയത്ത് കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ, എന്നിട്ട് ആ കുട്ടി എന്നും വന്ന് അമ്പലത്തിൽ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു, ഇപ്പോൾ അവർ തമ്മിൽ നല്ലതുപോലെ ആയില്ലേ, അപ്പോൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് എന്ന്. ദേവിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ് നയനമോൾ. ആ കുട്ടീനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദേവി ആ കുട്ടീനെ സങ്കടപ്പെടുത്തിയ ആൾക്കാരെ ദേവി ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന്. ആ കുട്ടീനെ കരയിപ്പിച്ചാൽ നമുക്കൊന്നും നല്ലതുണ്ടാവില്ല, ദോഷമേ സംഭവിക്കുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ തിരുമേനി ചോദിക്കുകയാണ് ഞാനിങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ദേവേനി പറയണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ദേവേനി പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദന് നവ്യ ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് നവ്യ പറയുകയാണ് നയനയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പ്രഷറിലാണ് നടക്കുന്നതെന്ന്. അപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് അച്ഛനും അമ്മയും എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് അതിൻ്റെ കാര്യം പിന്നീട് മോൾക്ക് മനസ്സിലായിക്കോളുമെന്ന്. അച്ഛനും അമ്മയും എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയാണ് മോൾക്ക് അറിയത്തില്ലേ, നിങ്ങൾ നിൻ്റെ 7-ാം മാസ ചടങ്ങിന് വന്നപ്പോൾ നയനയുടെ അടുത്ത് അവളുടെ അമ്മായിയമ്മ സംസാരിച്ച രീതികളൊക്കെ എന്ന്. എത്രയെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ സഹിക്കാൻ, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ, എന്നിട്ടും അതിന് ഒരു മാറ്റവും വന്നില്ലല്ലോ, ഇനി അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നയനേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. സമയം ദേവേനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയണം ആരാ വരുന്നതെന്ന് നോക്കിയാൽ ആദർശേട്ടൻ്റെ അമ്മയാണ് വരുന്നതെന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ദേഷ്യം കാണിച്ചിട്ട് എൻ്റെ മോളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ എന്തായാലും ആ കാര്യം നടക്കില്ല എന്ന് തറപ്പിച്ച് തന്നെ ഗോവിന്ദന് നവ്യയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും കനകയും അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയാണെങ്കിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നതെന്ന്. അപ്പോൾ കനകയും പറയുകയാണ് അതെങ്ങനെ പറ്റും എന്ന്. ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് കനകയും പറയുന്നത്. കയറി വന്നപ്പോൾ തന്നെ ദേവയാനി നയന എവിടെയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അവൾ കുളിക്കുകയായിരുന്നു, എന്തായാലും അവളുടെ കുളി ഇപ്പോൾ കഴിഞ്ഞ് കാണും എന്നും കനക പറയുന്നുണ്ടായിരുന്നേ. ഇത് ദേവയാനി പറയുകയാണ് ആദർശിൻ്റെ ഭാര്യയാണ് നയന, അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ആദർശല്ലേ, എന്നിട്ട് എന്താ ആദർശം എന്ന് വിളിച്ചപ്പോൾ നയനേനെ വിടാത്ത എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ദേവയാനി സംസാരിക്കുന്നുണ്ടായിരുന്നേ. കനക പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണ് ശരിയാവുക, ഞങ്ങളവിടെ വന്ന സമയത്ത് ആദർശമോളുടെ അമ്മ എൻ്റെ മകളെടുത്ത് അത്രയ്ക്ക് നല്ല രീതിയിലല്ലല്ലോ പെരുമാറിയിരുന്നത് എന്ന്. മോശമായ രീതിയിലല്ലേ എൻ്റെ മോളെടുത്ത് സംസാരിച്ചിരുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് എൻ്റെ മകളെ അങ്ങോട്ട് വിടുന്നില്ല എന്ന് തീരുമാനിച്ചതെന്ന്. അപ്പോൾ കനക പറയുകയാണ് ഞങ്ങൾ നയന മോളെടുത്ത് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ തീരുമാനമല്ല എന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ് നയനയെ പോയി വിളിച്ചുകൊണ്ട് വാ, അവളുടെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നുള്ള തറപ്പിച്ച ഇതിലാണ് ദേവയാനിയും. അപ്പോൾ അവളുടെ തീരുമാനം അങ്ങനെയൊക്കെ തന്നെയാണോ നവ്യയുടെ അടുത്ത് ചോദിക്കുമ്പോൾ നവ്യ പറയണം അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന്. നവ്യയാണെങ്കിൽ നയനേനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശരി അമ്മാവി എന്ന് പറഞ്ഞിട്ട് നവ്യ നയനയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്.
ഇത് ദേവേനെയാണ് കനകയുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി എന്നപ്പോൾ കനക പറയാൻ ഞങ്ങൾക്കൊരു വാശിയില്ല എന്നപ്പോൾ ദേവേനെ ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാം ആദർശിന് നയനെ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അതുകൊണ്ട് നിങ്ങൾ അവസരം മുതലെടുക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണേ. ഗോവിന്ദൻ പറയുകയാണ് അവസരം മുതലാക്കുന്ന ആൾക്കാരല്ല ഞങ്ങളെന്ന്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ് അപ്പം ഇപ്പോൾ ചെയ്യുന്നതല്ല പിന്നെ എന്താന്ന്. ഞങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ ഞങ്ങളുടെ മോളുടെ അമ്മായിയമ്മ ഇപ്പോഴും ഞങ്ങളുടെ മോളടുത്ത് ദേഷ്യമായിട്ടല്ലേ പെരുമാറുന്നത് എന്ന് കനക പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ഞങ്ങൾക്ക് കേട്ട് മടുത്തു എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് പറയേണ്ടതല്ല ഞങ്ങൾ നയന മോളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്താ തീരുമാനം എന്ന് വെച്ചാൽ നയനെ എടുക്കട്ടെ എന്ന് പറയുന്ന കനകയെ നോക്കി നിൽക്കുന്ന ദേവേനി കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.